കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ VIP ലോഞ്ചിൽ, അതായത് 4-ാം നമ്പർ ബേയിൽ ഒരു യുദ്ധവിമാനം, ബ്രിട്ടൻ്റെ F-35 എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള 5-ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ആ വിമാനത്താവളത്തിൽ കിടക്കുന്നതിൻ്റെ കുറച്ച് വാർത്തകൾ നമ്മൾ ഒരുപാട് ചെയ്തതാണ്, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മറ്റൊരു തലത്തെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് പകരം അത് ചൈനയിലായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ചൈന അതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ച ഇപ്പോൾ മാധ്യമലോകത്തും സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട്. അതിന് ആധാരം എന്ന് പറയുന്നത് 2001 നടന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇപ്പോൾ F-35 അവിടെയാണ് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നതിന് മുമ്പ് എന്തായിരുന്നു 2001 സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അന്ന് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇതുപോലൊരു അടിയന്തര സാഹചര്യത്തിൽ ചൈനയിൽ വന്ന് ഇറങ്ങേണ്ട ഒരു വിഷയമുണ്ടായി. അങ്ങനെ ചൈനയിൽ അടിയന്തര സാഹചര്യത്തിൽ ആ വിമാനം ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഇറങ്ങിയ വിമാനത്തിനെ പക്ഷേ ചൈന അത്ര നല്ല സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല അവർ സ്വീകരിച്ചത്. ചൈന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിമാനത്തിൻ്റെ പൈലറ്റിനെയും ആ വിമാനത്തിലുണ്ടായിരുന്ന സൈനികരെയും അറസ്റ്റ് ചെയ്തു. വിമാനം അവരുടെ ചൈനയുടെ കസ്റ്റഡിയിൽ വെച്ചു. വിമാനത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണോ അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ചൈന ചോർത്തിയെടുത്തു. അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും ചൈന ചോർത്തിയെടുത്ത് ചൈന ഇനി വിമാനം വിട്ടു നൽകില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അത് അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. സൈനികരെയും പൈലറ്റിനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങളുടെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ചൈന. വലിയ ആഭ്യന്തര പ്രശ്നമായി, ആഗോളതലത്തിൽ വലിയ ചർച്ചയായി. അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ യുദ്ധത്തിലേക്കത് പോകും എന്ന്, ഏതൊരു വിമാനത്തിൻ്റെ പേരിൽ, ഒരു യുദ്ധവിമാനത്തിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് ലോകത്തെ വമ്പൻ രണ്ട് ശക്തികൾ തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകും എന്ന ഘട്ടം വന്നപ്പോൾ മറ്റ് രാജ്യങ്ങളെല്ലാം ഇടപെട്ട് ചൈന, നിങ്ങൾ ഈ കാണിക്കുന്നത് തോന്നിവാസമാണ്, നിങ്ങളിത് ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞ് ചൈനയോട് ആ തീരുമാനം പുനഃപരിശോധിച്ച് അമേരിക്കയുടെ വിമാനം വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെടുകയും, അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഈ വിമാനം വിട്ടു നൽകാൻ ഏറ്റവും ഒടുവിൽ മറ്റ് പല രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ആ വിമാനം വിട്ടു നൽകാൻ ചൈന സന്നദ്ധത അറിയിക്കുകയും ആ വിമാനം വിട്ടു നൽകുകയും ചെയ്തു. അതാണ് സംഭവം. ഇപ്പോൾ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് ബ്രിട്ടന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ഭയപ്പെടേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അതാണ് ഇന്ത്യയും മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനം ഏകദേശം 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ ആ വിമാനം ആ ലാൻഡ് ചെയ്തെടുത്തു നിന്ന് അതിനടുത്തേക്ക് ഒരു മനുഷ്യൻ പോയിട്ടില്ല. അവിടെ CRPFൻ്റെ സുരക്ഷ, അതീവ സുരക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം സുരക്ഷയിലാണ് ആ വിമാനം അവിടെ സൂക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ ബ്രിട്ടൻ പോലും ഇത്രയും സുരക്ഷ കൊടുത്തിട്ട് ആ വിമാനം സൂക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ആ സമയം പൈലറ്റ് ആ വിമാനത്തിൻ്റെ അടുത്ത് നിന്ന് പോകാതെ കസേരയിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആദ്യം വന്ന വാർത്ത. എന്തുകൊണ്ട് പൈലറ്റ് അങ്ങനെ ഇരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് F-35 യുദ്ധവിമാനം അതീവ സുരക്ഷയുള്ള, അല്ലെങ്കിൽ അവരുടെ യുദ്ധതന്ത്രങ്ങൾ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു യുദ്ധവിമാനമാണ്. ഇന്ത്യക്ക് വളരെ നിഷ്പ്രയാസം ആ യുദ്ധവിമാനത്തിലെ സാഹചര്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ സാധിക്കും. അതിലെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ത്യക്ക് വേണമെങ്കിൽ ആ യുദ്ധവിമാനം തുറന്ന് അതിനകത്ത് കയറി പരിശോധന നടത്താനുള്ള സാഹചര്യം വരെയുണ്ട്. പക്ഷേ പൈലറ്റ് വേറെ ഒരാളെയും അതിനടുത്തേക്ക് അടുപ്പിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരുന്നു. കാരണം ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് പറന്നുയർന്ന ആ വിമാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആ പൈലറ്റിൻ്റെ മാത്രമാണ്. ആ വിമാനം തിരിച്ച് എവിടെ നിന്നാണോ പറത്തിയത് അവിടെ കൊണ്ടിറക്കുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ പൈലറ്റിൻ്റെതാണ്. ആ വിമാനത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, വിമാനത്തിന് എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർന്നാലും ആ പൈലറ്റിൻ്റെ തലയിലേക്ക് വരും എന്ന് പൈലറ്റിനറിയാം. അതുകൊണ്ടാണ് പൈലറ്റ് ഈ വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ധനം കുറഞ്ഞതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്ന് പറഞ്ഞു. പക്ഷേ ആ ലാൻഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചു എന്നാണ് അറിഞ്ഞത്. ഹൈഡ്രോളിക് സംവിധാനം നന്നാക്കാൻ വേണ്ടി ഈ കപ്പലിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ഇന്ത്യയുമായിട്ട് ബ്രിട്ടൻ സംസാരിക്കുന്നു. ഇന്ത്യയും ബ്രിട്ടനും സംയുക്തമായിട്ട് പുറംകടലിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ബാക്കി പത്രമായിട്ട് വിമാനം ഞങ്ങൾ സൂക്ഷിച്ചുകൊള്ളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് ഇന്ത്യ ബ്രിട്ടനോട് പറയുന്നു. പൈലറ്റിനെയും കൊണ്ട്
ഒരു ഹെലികോപ്റ്റർ തിരിച്ച് കപ്പലിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് വിമാനം എന്ന് നന്നാക്കും, ആര് നന്നാക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായി, വാർത്തകളായി. ബ്രിട്ടൻ പാർലമെൻറ്റിൽ വരെ നമ്മുടെ ഒരു യുദ്ധവിമാനം അങ്ങ് ഇന്ത്യയിൽ നമ്മളുമായിട്ട് അത്ര വലിയ ബന്ധം സൂക്ഷിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അവർക്കൊരവസരമാകില്ലേ ഈ യുദ്ധവിമാനം അവിടെ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന ചോദ്യം വരുന്നു. നമുക്കത് എങ്ങനെയെങ്കിലും കപ്പലിലാണെങ്കിൽ കപ്പലിൽ, ഇനി അതല്ല ചരക്ക് വിമാനത്തിലാണെങ്കിൽ ചരക്ക് വിമാനത്തിൽ ഇത് കയറ്റി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ലേ എന്ന ചോദ്യം അവിടെ പാർലമെൻറ്റിനകത്ത് വരുമ്പോൾ 24 മണിക്കൂറും ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് നമ്മുടെ ഈ വിമാനം അവിടെയുള്ളത്. അകവും പുറവും ഉപഗ്രഹ നിരീക്ഷണത്തിലാണ്. ആരെങ്കിലും ഈ വിമാനത്തിനടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് ബ്രിട്ടൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നു. അപ്പോൾ ഈ വിമാനം അവിടെ തിരുവനന്തപുരത്ത് അതീവ സുരക്ഷയോടുകൂടി സൂക്ഷിക്കുന്ന ചുമതല ഇന്ത്യക്കായി. സ്വാഭാവികമായിട്ടും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള നയതന്ത്ര ബന്ധം ഉള്ളിടത്തോളം കാലത്തോളം അവരുടെ പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു യുദ്ധവിമാനം അത് ഇന്ത്യയിൽ വന്ന് അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വവും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇന്ത്യ വഹിക്കണം എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിൽ പറയുന്നതാണ്. ഇനി ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമാനമോ അവിടെ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും നോക്കേണ്ടത് ബ്രിട്ടനാണ്. അപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരുന്ന ഈ വിമാനത്തിൻ്റെ മുഴുവൻ സുരക്ഷയും അതുകൊണ്ട് തന്നെ ഇന്ത്യ നോക്കി. പിന്നീട് ഇന്ത്യ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾക്കിത് നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയുള്ള എഞ്ചിനീയർമാരെ കൊണ്ട് ഞങ്ങളിത് നന്നാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ ബ്രിട്ടൻ അതിന് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇത് നന്നായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവർ വീണ്ടും എഞ്ചിനീയർമാരെ കൊണ്ടുവരുന്നു. പക്ഷേ അത് നന്നാക്കാൻ സാധിക്കാതെ വരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു തകരാറ് കൂടി കണ്ടെത്തുന്നു. ഓക്സിലറി പവർ യൂണിറ്റ് തകരാറിലാണ് എന്നുള്ളത്. പിന്നീട് സ്വാഭാവികമായിട്ടും ഈ വിമാനം നന്നാക്കണമെങ്കിൽ ലോക്ഹീഡ് മാർട്ടിൻ, ഈ വിമാനം നിർമ്മിച്ച കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വരണം. അങ്ങനെ ഒമാനിലെ ഇവരുടെ വ്യോമതാവളത്തിൽ നിന്ന്, ബ്രിട്ടൻ്റെ വ്യോമതാവളത്തിൽ നിന്ന് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും പിന്നെ ഈ വിമാനം നിർമ്മിച്ച ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിലെയും ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ അവർ കേരളത്തിലേക്ക് വരുന്നു. 24 സംഘമായിട്ടാണ് അവർ വരുന്നത്. 10 പേര് പിന്നീട് ഈ വിമാനം ഈ പറഞ്ഞ 4 നമ്പർ ബേയിൽ നിന്ന് വലിച്ച് മറ്റൊരു വാഹനം ഉപയോഗിച്ച് വലിച്ച് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ സൂക്ഷിക്കുന്നു. എയർ ഇന്ത്യയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന ശീതീകരിച്ച മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് പിന്നീട് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയിരുന്നത്. ഈ 10 എഞ്ചിനീയർമാർ തിരിച്ച് ആ വന്ന വിമാനത്തിൽ തന്നെ പോകുന്നു. പിന്നീടുള്ള 14 എഞ്ചിനീയർമാരാണ് ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിമാനത്തിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും തീർന്നു. ഇനി അടുത്ത ദിവസം തന്നെ വിമാനത്തിന് തിരിച്ച് പറക്കാനുള്ള സിഗ്നൽ ബ്രിട്ടനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് നേവി ഈ സംഭവം കൊണ്ട് പോകും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ത്യ പോലുള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇത് സൂക്ഷിച്ചതുകൊണ്ട് ഇത്രയും ഏകദേശം ഒരു മാസത്തിലധികം ബ്രിട്ടനെ പോലുള്ള ഒരു രാജ്യം അവരുടെ തന്ത്രപ്രധാനമായ യുദ്ധ തലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വിമാനം, അതായത് 5ാം തലമുറയിൽപ്പെട്ട ഒരു വിമാനം ഇന്ത്യയിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ വിമാനം മറ്റൊരു രാജ്യമായ ചൈനയിലായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ചൈന നിർമ്മിച്ചിട്ടുണ്ടാവും എന്നറിയാം. എന്തായാലും ഇന്ത്യയിൽ അതീവ സുരക്ഷിതമായിട്ട് ഈ വിമാനം സൂക്ഷിച്ചതിന് ഇന്ത്യയോട് ബ്രിട്ടൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വളരെ നല്ല സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയും ഈ വിഷയത്തിൽ ഇന്ത്യയോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയുന്നത്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് F-35 അധികം വൈകാതെ തിരിച്ച് ബ്രിട്ടനിലേക്ക് പറക്കും. ഇന്ത്യയിൽ സൂക്ഷിച്ചതുകൊണ്ട് അതിന് യാതൊരു തകരാറും അല്ലെങ്കിൽ യാതൊരു തട്ടുകേടും കിട്ടാതെ അവരുടെ രഹസ്യങ്ങളെല്ലാം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് തിരിച്ച് പറക്കാനാകും.